1990കളിൽ തമിഴ് മലയാളം സിനിമകളിലെ വേഷങ്ങളിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്ന ഒരു ദക്ഷിണേന്ത്യൻ നടിയാണ് മോഹിനി. കൺമണി എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി അടുപ്പമുള്ള രംഗങ്ങൾ അവതരിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിയതായി നടി ഓർമ്മിപ്പിച്ചു. എന്നാൽ ആ അനുഭവം തൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിരുന്നുവെന്നും അവർ പറയുന്നു. സംവിധായകൻ RK സെൽവമണിയാണ് ഒരു നീന്തൽ സ്യൂട്ട് സീക്വൻസ് പ്ലാൻ ചെയ്തത്. എനിക്ക് അതിൽ വളരെ അസ്വസ്ഥത തോന്നി. ഞാൻ കരഞ്ഞു. അത് ചെയ്യാൻ ഞാൻ വിസമ്മതിച്ചു. ഷൂട്ടിംഗ് പകുതി ദിവസത്തേക്ക് നിർത്തിവെച്ചു. മോഹിനി പറഞ്ഞു, എനിക്ക് നീന്താൻ പോലും അറിയില്ല എന്ന് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചു. പുരുഷ ഇൻസ്ട്രക്ടർമാരുടെ മുന്നിൽ പകുതി വസ്ത്രം ധരിച്ച് എനിക്ക് എങ്ങനെ പഠിക്കാൻ കഴിയും? അക്കാലത്ത് സ്ത്രീ ഇൻസ്ട്രക്ടർമാർ പ്രായോഗികമായി ഇല്ലായിരുന്നു. അതിനാൽ എനിക്ക് അത് ചെയ്യാൻ സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ഉടൽ തഴുവ എന്ന ഗാനത്തിനായി ആ സീക്വൻസ് ചെയ്യാൻ ഞാൻ നിർബന്ധിതയായി തോന്നിയതുപോലെ തോന്നി. സമ്മർദ്ദം അവിടെ അവസാനിച്ചിട്ടില്ലെന്ന് നടി പറഞ്ഞു. ആ രംഗങ്ങൾ ചെയ്യാൻ എന്നെ നിർബന്ധിച്ചതുപോലെ തോന്നി. ഞാൻ പകുതി ദിവസം ജോലി ചെയ്തു. അവർ ചോദിച്ചത് കൊടുത്തു. പിന്നീട് അതേ രംഗം ഊട്ടിൽ ചിത്രീകരിക്കണമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ വിസമ്മതിച്ചു. ഷൂട്ടിംഗ് തുടരുന്നില്ലെന്ന് അവർ പറഞ്ഞപ്പോൾ അത് നിങ്ങളുടെ പ്രശ്നമാണ്, എൻ്റേതല്ല. നിങ്ങൾ മുമ്പ് എന്നെ നിർബന്ധിച്ച അതേ രീതിയിൽ തന്നെയായിരുന്നു അത്. കൺമണിയിലെ തൻ്റെ വേഷത്തെ വളരെ മനോഹരവും വെല്ലുവിളി നിറഞ്ഞതുമാണെന്ന് മോഹിനി വിശേഷിപ്പിച്ചെങ്കിലും ആ പ്രോജക്റ്റ് ഒരിക്കലും അർഹമായ അംഗീകാരം ലഭിച്ചില്ലെന്ന് അവർ കുറിച്ചു. അതിനാൽ എൻ്റെ സമ്മതമില്ലാതെ ഞാൻ അമിതമായി ഗ്ലാമറായി അഭിനയിച്ച ഒരേ ഒരു സിനിമ കൺമണിയായിരുന്നു. ചിലപ്പോൾ ഒരാളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി കാര്യങ്ങൾ സംഭവിക്കും. ഈ സീക്വൻസ് അത്തരമൊരു ഉദാഹരണമായിരുന്നു, അവർ പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം തനിക്ക് നഷ്ടപ്പെട്ട പ്രധാന വേഷത്തെക്കുറിച്ചും നടി തുറന്നു പറയുന്നു. വാരണമായിരം എന്ന സിനിമയിൽ സിമ്രാൻ ചെയ്ത വേഷം, വാരണമായിരം എന്ന ചിത്രത്തിൽ സിമ്രാൻ അവതരിപ്പിച്ച വേഷം ആദ്യം എനിക്കാണ് ലഭിച്ചത്, മോഹിനി വെളിപ്പെടുത്തി. സംവിധായകൻ തന്നെ പിന്നീട് അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു. രജനീകാന്തിൻ്റെ ബ്ലോക്ക് ബസ്റ്റർ മുത്തു ആയിരുന്നു മറ്റൊരു ശ്രദ്ധേയമായ പരാജയം. മുത്തുവിൽ പോലും അവസാന നിമിഷം വരെ ഞാനും മീനയും തമ്മിലായിരുന്നു. പക്ഷേ ഒടുവിൽ ആ വേഷം മീനയ്ക്ക് ലഭിച്ചു. അവർ എന്നെ കാണാനും സംസാരിക്കാനും അനുവദിക്കുമോ എന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ തയ്യാറായിരുന്നില്ല. എന്തൊരിക്കൽ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ആ മാറ്റം വളരെ വ്യക്തിപരമായിരുന്നുവെന്ന് അവർ പറഞ്ഞു. എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നത് മരണത്തെക്കുറിച്ചാണ്. എനിക്ക് എല്ലാം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പിന്തുണച്ചുവെന്ന് കൂട്ടിച്ചേർത്തു. ഭർത്താവിനും 2 കുട്ടികൾക്കുമൊപ്പം ഇപ്പോൾ വിദേശത്ത് സ്ഥിരതാമസമാക്കിയ മോഹിനി മലയാള സിനിമയിലെ നിരവധി പ്രശംസ നേടിയ പ്രകടനത്തിലൂടെ ഇപ്പോഴും അവരെ ഓർമ്മിപ്പിക്കുന്ന ആരാധകർക്കിടയിൽ എല്ലാം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ കസിനായ ഒരു സ്ത്രീ നടത്തിയ ബ്ലാക്ക് മാജിക് മൂലമാണ് എൻ്റെ അവസ്ഥ ഇങ്ങനെയായത്. എന്നെ രക്ഷിച്ചത് യേശുവിലുള്ള എൻ്റെ വിശ്വാസമാണ്.